മലയാളി ഫ്രം ഇന്ത്യ അത് പടം എനിക്കൊരു എന്തുകൊണ്ട് ഒരു എന്റർടൈനർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു എങ്ങനെ പറയാ ഇന്റർവെല് വരെ നമുക്കിപ്പോ ഒരു ഗ്രാമങ്ങളിൽ നടക്കണ, അതായത് ജോലിയും മലയാളത്തിൽ പറയണ ഈ ജോലിയും കൂലിയില്ലാണ്ട് പാർട്ടിയിൽ കയറുന്ന അങ്ങനത്തെ രീതിയിൽ ആ രീതിയിലാണ് ഫസ്റ്റ് ഹാഫ് വന്നത്. അതായത് ഒറ്റ പാർട്ടി മാത്രമായിട്ടല്ല, 3 പാർട്ടീനെ ചെറിയ രീതിയിൽ കളിയാക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അത്ര വൾഗറായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയാണ് കഥയുടെ മെയിൻ ആയിട്ട് കഥ പോണത്. സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോ മറ്റേ ആടുജീവിതം അതിന്റെ ഒരു ടച്ച് വന്നു. പക്ഷെ ആടുജീവിതം പോലെ ഒരു സീരിയസ് കഥയല്ല, ഒരു കോമഡി തുറന്ന ഒരു ആടുജീവിതം അങ്ങനെ വേണം പറയാൻ. പിന്നെ മരുഭൂമിയിലെ കഥകളും കാഴ്ചകളൊക്കെ ഇപ്പൊ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. സസ്പെൻസ് ഇല്ല, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിരുന്നില്ല. ഒരു നോർമൽ കാണണമല്ല, അത് സസ്പെൻസ് ഒക്കെ. അതായത് സസ്പെൻസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു പെൺകുട്ടിയുടെ ഒരു ജീവിതത്തില് ഒരാള് നടത്തുന്ന ഒരു ഇടപെടൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ സസ്പെൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തല്ല. ലാഗടിപ്പിക്കല്ല, ഒട്ടും ലാഗടിപ്പിച്ചല്ല. എന്തായാലും ഒരു മസ്റ്റ് തിയേറ്റർ പറഞ്ഞു. അതെ, തിരിച്ചു വരവാന് പുള്ളിയുടെ ക്ലൈമാക്സിലൊക്കെ പുള്ളിയുടെ പെർഫോമൻസ് നല്ല ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അതായത് ലാസ്റ്റ് അഗ്നിചെറുകൾ എന്ന് പറഞ്ഞ മോട്ടിവേഷൻ ഒക്കെ തരുമ്പോ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. കൂടുതൽ ഞാൻ പറയണ്ട. അതായത് എന്തായാലും നിവിൻപോളിയുടെ ഗംഭീര പ്രകടനം കാണുമ്പോ നമ്മളാണെന്ന് ചില സമയത്ത് നമ്മളാണെന്ന് തോന്നിപ്പോകും. പുറത്ത് ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു നാട്ടിൽ നിന്ന് മാറിയിരിക്കുന്ന കുറെ പ്രവാസികളുണ്ട് നമ്മുടെ മലയാളികൾ. അവർക്കെല്ലാം ഒരുപാട് കണക്ട് ആവുന്ന ഒരു സിനിമയാണ്. കാരണം അവരൊക്കെ കേൾക്കുന്നുണ്ട് മലയാളി പറ്റിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ മലയാളികൾ എന്താണെന്ന് ഈ സിനിമയിലൂടെ കാണിച്ചു തരാൻ ഷാരിസ് മുഹമ്മദിനും അതുപോലെ ഡിജോസ് ആന്റണിക്കും കഴിഞ്ഞിട്ടുണ്ട്. നിവിൻ ചേട്ടനാണെങ്കിലും കോമഡിയിൽ വല്ല നിവിൻ ചേട്ടനെ വേറെ ആർക്കും സാധിക്കില്ലല്ലോ. എന്താ പറയാ, നല്ല സിനിമ. നമ്മൾ ആദ്യം പ്രൊമോഷനിൽ കണ്ടുപോലെ ഫുൾ ടൈം കോമഡി അല്ല, പക്ഷെ കോമഡിയിൽ ഒളിപ്പിച്ചു വെച്ചാൽ നല്ല സീരിയസ് ഇഷ്യൂ കൈകാര്യം ചെയ്തു പോയി. ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സിനിമയിലേക്ക് കടന്നേറ്റവും എല്ലാവരും കണ്ട് തന്നെ സിനിമ മനസ്സിലാക്കാം. നല്ല സിനിമ. 2024 സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയുടെ സുവർണ്ണ കാലഘട്ടമാണ്. അതിന് കടന്നു വന്നിരിക്കുന്ന ആ ചിത്രങ്ങളുടെ കണത്തിലേക്ക് നമുക്ക് മലയാളി ഫ്രം ഇന്ത്യയിൽ കൂട്ടിച്ചേർക്കാം. മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ്. മലയാളി ലോകത്ത് എവിടെയായിരുന്നാലും അവരുടെ സൗഹാർദ്ദവും മത സൗഹാർദ്ദവും എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടും. ഈ ഒരു സിനിമ എല്ലാവർക്കും ഉള്ള ഒരു നമ്മളെന്താ പറയാ, എല്ലാവർക്കും ഉള്ളൊരു സമർപ്പണമാണ്. ഈ സിനിമയെ നമ്മളൊരു കംപ്ലീറ്റ്ലി നിവിൻപോളി അല്ലെങ്കിൽ ഒരു ധ്യാൻ ശ്രീനിവാസൻ കോമഡി ഡ്രാമ എന്ന രീതിയിൽ ഈ സിനിമയെ സമീപിക്കരുത്. കാരണം അതിശക്തമായ ഒരു കഥയെ, പക്ഷെ അത് നർമ്മത്തിൽ ചാലിച്ചാണ്. നമുക്കറിയാം നിവിൻപോളി നാടൻ കഥാപാത്രങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു വൈബുണ്ട്. അദ്ദേഹം ഇടങ്കയിൽ ക്രിക്കറ്റ് ബാറ്റുമായിട്ട് വന്നപ്പോൾ ഒരു 1983 വൈബൊക്കെ തോന്നിപ്പിച്ചു. അപ്പോൾ ആരാധകർക്കുള്ള മൊമെന്റ്സ് അതിനകത്തുണ്ട്. അത് മാറ്റി വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഈ സിനിമയുടെ പേരിലാണ് ഇതിന് മലയാളി ഫ്രം ഇന്ത്യ. ഈ സിനിമ ഒരുപക്ഷെ പാളിപ്പോയിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞേനെ ഈ മലയാളികളുടെ പേര് കളയാനായിട്ട് എന്തിനാണ് ആ പേരിട്ടത്. പക്ഷെ ഏതൊരു മലയാളിയും ആഗ്രഹിക്കുന്ന മലയാളി ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണെന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. ഇങ്ങനെ എല്ലാ മലയാളികളും പറയിപ്പിക്കും എന്നുള്ളതാണ് ഈ സിനിമയുടെ വിജയം. കാരണം നമ്മളിപ്പോൾ ഒരു അടച്ചിട്ട ചുമരുകൾക്കുള്ളിൽ വളരെ ഘോരം പ്രസംഗിക്കാൻ ആരും പറ്റും. ഇത്രയും വലിയ പബ്ലിക്കിന് മുമ്പിലേക്ക് ഇങ്ങനെ ഒരു കഥ, ഇങ്ങനെ ഒരു സബ്ജക്ട് വളരെ ഓപ്പൺ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോൾ വേറെ റിവ്യൂലും പറയുണ്ടായി. കാരണം ചില സാധനങ്ങൾ നമ്മൾ തീർക്കണമെങ്കിൽ അതിന് മർമ്മത്തിൽ തന്നെ അടിക്കണം. ഈ സിനിമ ചിലരുടെ മർമ്മത്തിൽ കൊള്ളും, ഭയങ്കര പുകപടലും ഉണ്ടാവും, ഒച്ചപ്പാടുണ്ടാവും. അത് ഈ സിനിമയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒച്ചപ്പാടുകൾക്ക് എങ്ങനെയാണ് നമ്മുടെ നാട് പ്രതിരോധിക്കുന്നത് എന്ന് വെച്ചാൽ ഈ നാടിന് അതിനുള്ള കഴിവുണ്ട്. ഈ സിനിമയ്ക്കെതിരെയുള്ള കോലാഹലങ്ങളെ അതിജീവിക്കാൻ കൂടി ഈ നാട്ടുകാർക്ക് കഴിവുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ട്രോങ് മെസ്സേജ്. അങ്ങനെ നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഒരു സീരിയസ് ചിത്രമാണ്, തെറ്റിദ്ധരിക്കരുത്. ഈ പറയുന്ന ഓരോ കാര്യവും നർമ്മത്തിന്റെ ഒരു മേമ്പോടിയോട് കൂടിയാണ് സിനിമയിൽ അവതരിപ്പിച്ചിരുന്നത്. അതുപോലെ ഫ്രണ്ട്ഷിപ്പ്, പിന്നെ എന്താണ് അമ്മ മകൻ റിലേഷൻസ് എല്ലാം ഗംഭീരമായിട്ട് സിനിമയിൽ വന്നിട്ടുണ്ട്. എഴുത്തിനും ഡയറക്ഷനും അഭിനയത്തിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള, പക്ഷെ കഥ തന്നെയാണ് ഇതിലെ താരം. കഥയാണ് എന്നെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള വിഷയമാണ്, വളരെ ഓപ്പൺ ആയിട്ട് സംസാരിക്കേണ്ട ആവശ്യമുള്ള ഒരു വിഷയമാണ്. അത് ഓപ്പൺ ആയിട്ട് തന്നെ കഥാകാരൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ചർച്ചയാവുന്നിടത്ത് തന്നെയായിരിക്കും ഈ സിനിമയുടെ വിജയം. എൻ്റെ ഒരു അഭിപ്രായമാണ്. കാരണം ഇതിന്റെ സോങ്ങുകളോ ഇതിന്റെ പോസ്റ്ററുകളോ വരുമ്പോൾ നമ്മൾ കൂടുതൽ പേരും തെറ്റിദ്ധരിക്കാൻ സാധ്യത ഒരു കംപ്ലീറ്റ് കോമഡി എന്റർടൈനർ ആയിരിക്കും. കാരണം നിവിൻപോളിയും ധ്യാൻ ശ്രീനിവാസനും ഒരുമിക്കും. പക്ഷെ ആ ഒരു രീതിയിലല്ല ഈ സിനിമയുടെ കഥ വന്നിരിക്കുന്നത്. ഈ കഥ ഇവർക്ക് ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ ഡിസ്കസ് ചെയ്താൽ തന്നെ ഈ കഥാതന്തു പുറത്താവും എന്നുള്ള രീതിയിലായതുകൊണ്ടായിരിക്കും അവരത് സീക്രട്ട് മെയിൻറ്റെയിൻ ചെയ്ത്. പക്ഷെ ഇന്നലെ ഇറങ്ങിയ ഒരു റിലീസ് ടീസറിൽ
നമുക്ക് മനസ്സിലായിരുന്നു ഇതൊരു സാധാരണ സ്റ്റോറിയല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ഇതിന്റെ കൂടെ പറഞ്ഞു പോകുന്നുണ്ടെന്ന്. ആ ഒരു പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് തന്നെ പടം വന്നിട്ടുണ്ട്. നിതിനും ധ്യാനും ഒപ്പം തന്നെ എനിക്ക് ഇഷ്ടമായത് സെക്കൻഡ് ഹാഫിൽ വരുന്ന ഒരു ഫോറിൻ ആക്ടറിന്റെ, ഒരു പഞ്ചാബി അല്ലെങ്കിൽ പാകിസ്ഥാനി ആക്ടർ ആണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് അതിഗംഭീര പെർഫോമൻസ് ആണ്. കാരണം ഇമോഷൻസ്, സാധാരണ ഫോറിൻ ആക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആടുജീവിതത്തിൽ കണ്ടു, നമ്മുടെ ഇതായിട്ട് എന്താണ് ആഫ്രിക്കക്കാരനായിട്ട് അഭിനയിച്ച പുള്ളിയുടെ അഭിനയം നമ്മളെല്ലാവരും എടുത്തു പറഞ്ഞു. അതുപോലെ തന്നെ ആ ലെവലിലുള്ള ഒരു ഫോറിൻ ആക്ടറുടെ അഭിനയം, അദ്ദേഹത്തിന്റെ പേര് എനിക്കറിയില്ല, വളരെ ആകർഷിച്ചു അദ്ദേഹത്തിന്റെ അഭിനയം. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹത്തിന്. അനശ്വര ഒരു ഭാഗ്യ നടി തന്നെയാണ്. കാരണം ഒന്നിനൊന്ന് മികച്ച സിനിമകൾ അനശ്വരയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ വിജയം ഇതിൽ ആവർത്തിക്കാൻ കഴിയുന്നു പ്രതീക്ഷിച്ചു. നമ്മൾ അറിയില്ല ഈ കോമഡി ഒന്ന് ചേഞ്ച് ആവണമെന്ന് നമുക്ക് മനസ്സിലാവില്ല. ലാസ്റ്റ് എത്തുമ്പോൾ നമ്മള് ചെറുതായിട്ടുണ്ടായിരുന്നു. എനിക്ക് ധ്യാൻ ശ്രീനിവാസന്റെയും നിവിൻ പോളി ചേട്ടന്റെയും കോമ്പിനേഷൻ രണ്ടുപേരും വന്ന ഫുൾ സ്ക്രീൻ നിറഞ്ഞു. ഇഷ്ടപ്പെട്ടു. ക്ലൈമാക്സ് കരഞ്ഞു പോകും നമ്മൾ. ഉദ്ദേശിക്കില്ല, കോവിഡിന്റെ ഒക്കെയാണ് സംഭവം. പിന്നെ ഇലക്ഷനും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇലക്ഷൻ ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ കോമഡിയാണോ അതോ എല്ലാം കൂടി മിക്സ്, കോമഡി ഉണ്ട്, ഇലക്ഷനും ഉണ്ട്, എന്റർടൈനിങ്ങും ഉണ്ട്, എല്ലാം കൂടി മിക്സ്, ഒരു പുതിയ രീതിയിൽ എടുക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. എന്താണ് മോനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താണ്? ഇവരുടെ കോമ്പിനേഷൻ, ധ്യാൻ ശ്രീനിവാസന്റെയും നിവിൻ പോളി ചേട്ടന്റെ കോമ്പിനേഷൻ സൂപ്പറായിരുന്നു. അനശ്വരരാജന്റെ അഭിനയം എങ്ങനെയുണ്ട്? അനശ്വരരാജൻ ഇടയ്ക്ക് കയറി വരുന്നായിരുന്നു. ഒരു നായികയുടെ നമ്മുടെ അനശ്വരരാജന്റെയും നിവിൻ പോളി ചേട്ടന്റെയും ഫുള്ള് അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ലവ് ആവുന്ന നമ്മൾ പ്രതീക്ഷിക്കില്ല. കോമഡി മിക്സ് ചെയ്ത് നമുക്ക് അറിയിക്കുന്ന രീതിയിൽ സന്ദേശ സിനിമയൊക്കെ പോലെ തന്നെ കോമഡിയിലൂടെ രാഷ്ട്രീയം പറയുന്ന ഒരു ടൈപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊരു രാഷ്ട്രീയ പടമല്ല, കുടുംബം എല്ലാം കൂടെ ചേർന്നിട്ടുള്ള സാധനം. ഞാൻ പറയുന്നത് ഒരു അഭിനയ ടൈപ്പായിട്ട് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. നിവിൻ പോളി വീണ്ടും തിരിച്ചു വന്ന ഒരു നല്ല രീതിയിൽ പടം. പ്രത്യേകിച്ച് ധ്യാൻ ശ്രീനിവാസൻ്റെ എടുത്തു പറയുന്നത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കൂടെ അതിനകത്ത് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ പല ക്യാരക്ടേഴ്സും വളരെ നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. അനശ്വര എങ്ങനെ ഉണ്ടായിരുന്നു? അനശ്വര കുഴപ്പമില്ല, നല്ല രീതിയിലുള്ള അനശ്വരയ്ക്ക് അത്ര വലിയ റോളായി തോന്നിയില്ല എങ്കിൽ കൂടി മെയിൻ സബ്ജക്റ്റാണ് അതിൻ്റെ പ്രധാനമായിട്ട് സക്സസ് ആയിട്ട്. നിവിൻ പോളിയുടെ അതിശക്തമായിട്ടുള്ള തിരിച്ചുവരവാണ്. ഗംഭീര പെർഫോമൻസ് തന്നെ പറയാം. 1983 തുറമുഖം വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് സിനിമകൾക്ക് ശേഷം ഗംഭീരമായിട്ടുള്ള മേക്ക് ഓവർ ആണെങ്കിലും ഇമോഷൻസ് ആണെങ്കിലും കോമഡി ആണെങ്കിലും എല്ലാ ചേരുവകളുള്ള സിനിമയാണ്. ഇമോഷണൽ ടച്ച് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. ഓരോ ഇന്ത്യക്കാരനിടയിൽ ഒരു മലയാളി ഉണ്ടാവും, മലയാളിക്കിടയിൽ ഒരു നന്മയുണ്ടാവും, സ്നേഹം ഉണ്ടാവും. സ്നേഹബന്ധങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ സിനിമയാണ് നിവിൻ പോളി ചിത്രം. ലിസ്റ്റിൻ സ്റ്റീഫന്റെ മികച്ച പ്രൊഡ്യൂസിംഗ് രീതി വർക്കൗട്ടായി പോയി. മികച്ച പാട്ടുകൾ, മികച്ച അഭിനേതാക്കൾ, ധ്യാൻ ശ്രീനിവാസന്റെ മികച്ച അഭിനയം കൂടി വന്നപ്പോൾ സിനിമ ഒരു ആറാടുകയാണെന്ന് തന്നെ പറയാം. പിന്നെ നമ്മുടെ മഞ്ജു പിള്ളയുടെ മികച്ച പെർഫോമൻസ് വന്നപ്പോൾ സിനിമ മൊത്തത്തിൽ ഒരു കളർഫുൾ എന്റർടൈൻമെന്റ് ആയി. അപ്പോൾ എന്റർടൈൻമെന്റ് സിനിമയ്ക്ക് വേണ്ടിയുള്ള ചെരുവുകൾ മികച്ച ഒരു നന്മ നിറഞ്ഞൊരു ഫാമിലി എന്റർടൈൻമെന്റ് തന്നെ പറയാം. അനശ്വര എന്ന് പറഞ്ഞ പെൺകുട്ടി ഒരു മികച്ച രീതിയിൽ തന്നെ ഒരു ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ലവ് സോങ് ഒക്കെ മികച്ചതായിട്ട് വർക്കൗട്ടായി പോയിട്ടുണ്ട്. അനശ്വരൻ നിവിനുമായിട്ട് ആദ്യമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. നല്ല വർക്കൗട്ടായി പോയിട്ടുണ്ട്. തമാശയാണ് കൂടുതൽ നമ്മൾ കണ്ട് വൈകിയത്. തീർച്ചയായിട്ടും ഈ ഒരു ചിത്രത്തിൽ മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രത്തിൽ അദ്ദേഹത്തിന് കൂട്ടായിട്ട് ധ്യാൻ ഒരുപാട് സിനിമയിൽ കോമഡി പ്രാധാന്യമുള്ള കഥാപാത്രം ചെയ്ത് അദ്ദേഹത്തിന് കൂട്ടായിട്ട് അദ്ദേഹം നല്ലൊരു എൻ്റർടൈനറാണ് നമുക്ക് സമ്മാനിച്ചത്. അതേപോലെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയം ഇന്ന് സമൂഹത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ അത് തമാശയുടെ രൂപത്തിലാണ് ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. എല്ലാ പടത്തിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളാണല്ലോ ചെയ്യുന്നത്. തെറ്റാണോ? ഇത് മഞ്ജു ചേച്ചി തെരഞ്ഞെടുക്കുന്നതാണോ അതോ കയ്യിലോട്ട് എത്തുന്നതാണോ? കയ്യിലോട്ട് എത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് സ്ക്രിപ്റ്റുകൾ വരും, അതിൽ നിന്ന് ചൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ കയ്യിൽ എത്താതെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് 8-10 സ്ക്രിപ്റ്റ് വരുന്നതിൽ നിന്ന് ഒരു 2-3 ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യാം. അത് ഞാനല്ല പറയേണ്ടത്, അത് കേൾക്കുന്ന ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഞാൻ മലയാളം ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കുകയും സ്നേഹിക്കുകയും എന്താ പറയുക, ഒരു അമ്മയെ പോലെ കാണുകയും ഒക്കെ ചെയ്ത ഒരു നടിയും ഒരു
ഒരു സ്ത്രീ മനുഷ്യ വ്യക്തിത്വമാണ് ശ്രീമതി KPS ലളിത. ഞാൻ അമ്മ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പൊ ആ ഒരു ലെവലിൽ എത്തിപ്പെടുക എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ പറഞ്ഞു കേൾക്കുന്നത് തന്നെ വളരെ സന്തോഷം. പക്ഷെ ലളിതാമ്മ വേറെ ലെവലാ, അവിടെ നിർത്താൻ എനിക്ക് പറ്റില്ല. താങ്ക് യു സോ മച്ച്. പിന്നെ തീരെ മോശമാണെങ്കിൽ അങ്ങനെ മോശമാണെന്നും പറയാൻ പഠിക്കാത്ത ഒരാളാണ് ഞാൻ പറയും മോശമാണെങ്കിൽ ശരിയായില്ലെന്ന്. പക്ഷെ ഇതൊരു എനിക്ക് തോന്നുന്നു കണ്ടിറങ്ങിയതിൽ ആൾക്കാരില് പല അഭിപ്രായങ്ങളാണ്. അതായത് ചിലവർക്ക് ഇന്റർവെൽ വരെ ഇഷ്ടപ്പെട്ട, ചിലർക്ക് ഇന്റർവെലിന് ശേഷമാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. ഓരോരുത്തരും ഇഷ്ടമല്ല. പക്ഷെ പണം മൊത്തത്തിൽ നല്ല രസമുണ്ട്. കുറെ നമ്മളുടെ ഉള്ളിലുള്ള എന്താ പറയാ ഇതൊക്കെ ഉണരും, ഒരു മനുഷ്യത്വം ഉണരും. ഇപ്പൊ രാജ്യത്തിനോട് സ്നേഹമുണ്ട്, പക്ഷെ നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. മതവും രാഷ്ട്രീയവും ഒന്നുമല്ല, മനുഷ്യത്വമാണ് വലുതെന്ന് കാണിക്കുന്ന ഒരു സിനിമയാണ്.